പാറ്റകൾക്കെതിരെ മിന്നലടി. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട്, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ തുടങ്ങിയ സമരം തിങ്കളാഴ്ച കൃത്യം ഒരു മാസം പിന്നിടുന്നു. കൃത്യം ഒരു മാസം പിന്നിടുന്ന ആ സമയത്ത് വലിയ തോതിലെ പ്രക്ഷോഭത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ഇവിടെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് സോനം വാങ്ചുങ് അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ജന്തർ മന്ദറിലെ പന്തലിൽ നിന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. പകരം പാർട്ടി സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്കെ അവിടെ നിരാഹാര സമരം നടത്തുന്നു. പെട്ടെന്ന് അഭിജിത് ദീപ്കെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് സമരത്തിന്റെ ഗതി തന്നെ മാറ്റിവിട്ടു. കാരണം ഇന്നലെ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കമായിരുന്നു. അതുകൂടി കണ്ടുകൊണ്ടാണ് ഇന്നലെ CJPയുടെ അഭിജിത് ദീപ്കെ അടങ്ങുന്ന നേതൃനിര സമരത്തെ മറ്റൊരു ദിശയിലേക്ക് മാറ്റിവിട്ടത്. പാർലമെന്റ് മാർച്ച് എന്ന നിലയിലേക്ക് ഈ സമരം മാറിയതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഡൽഹി ഒരു വലിയ സമര കേന്ദ്രമായി മാറി. പോലീസിന്റെ ലാത്തിച്ചാർജ്, CRPFന്റെ ഇടപെടൽ, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഇടപെടൽ, അങ്ങനെ ഡൽഹി ഒരു യുദ്ധക്കളമായി മാറി. അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ആകെ തന്നെ ജെൻസിയുടെ പാർട്ടിയാണല്ലോ CJP, അവർക്കെതിരായിട്ടുള്ള പോലീസ് നടപടി ഒരു വലിയ തോതിൽ ജെൻസിയെ സ്വാധീനിക്കുകയുണ്ടായി. അവർക്ക് അനുകൂലമായി നിരവധി പേരാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലടക്കം രംഗത്ത് വന്നത്. അതോടുകൂടി അഭിജിത് ദീപ്കയുടെ അടക്കം ജനപ്രീതി ജെൻസിക്ക് അനുകൂലമായി വളർന്ന് പന്തലിച്ചു. അവിടെയാണ് കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ തന്ത്രം നീക്കിയത്. ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുക എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയും കോൺഗ്രസ് ഇന്ന് CJPയുടെ സമരം ഏറ്റെടുക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. മിന്നൽ സമരമാണ് ഇന്ന് കോൺഗ്രസ് നടത്തിയത്. അതോടുകൂടി CJP അപ്രസക്തമാവുകയും കോൺഗ്രസിന് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ഉണർവുണ്ടാവുകയും കോൺഗ്രസ് മുഖ്യധാരയിലേക്ക് വരികയും ചെയ്തു. ദുർബലമായി കിടന്ന കോൺഗ്രസിന് അങ്ങനെ ഓർക്കാപ്പുറത്തുള്ള ഒരു അവസരമായി CJPയുടെ ഈ ഒരു സമരത്തെ ഹൈജാക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. CJP അപ്രസക്തമായി ആ സ്പേസിലേക്ക് കോൺഗ്രസ് ഇരച്ചു കയറുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ ഇന്ന് കണ്ടത്. രാഹുൽ ഗാന്ധി എവിടെ നിന്നോ വന്നതാണ്. ഏതാണ്ട് ഒരു മാസത്തോളം രാഹുൽ ഗാന്ധി ഒളിവിലായിരുന്നു, വിദേശത്ത് എവിടെയോ ആണ്. അവിടെ നിന്ന് 13-ാം തീയതി വന്ന രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അവസരം അദ്ദേഹം തന്ത്രപൂർവം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ സോണിയാഗാന്ധി, മല്ലികാർജുന ഖാർഗെ, ഇവർ മാത്രമല്ല അണിനിരുന്നത്. 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ്. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. ഈ 2 മുഖ്യമന്ത്രിമാർ കൂടി കോൺഗ്രസിന്റെ മിന്നൽ പണിമുടക്കിൽ, മിന്നൽ സമരത്തിൽ പങ്കെടുത്തതോടുകൂടി, മിന്നൽ മാർച്ചിൽ പങ്കെടുത്തതോടുകൂടി സമരത്തിന്റെ ഗതിയാകെ മാറി. രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആ ഒരു സമരത്തിലേക്ക് മാറി. കോക്രോച്ച് പാർട്ടി അപ്രസക്തമായി. പകരം 2 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന വലിയ മാർച്ച് എന്ന നിലയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടിലേക്കുള്ള കോൺഗ്രസിന്റെ ഈ മാർച്ച്, ഈ സമരം മാറിയിരിക്കുന്നു. അങ്ങനെ മൊത്തം മീഡിയ അറ്റൻഷൻ കോൺഗ്രസ് ലഭിച്ചു. ഇതുവരെ മീഡിയയുടെ ശ്രദ്ധ കോക്രോച്ച് ജനതാ പാർട്ടിയെയും അവർക്കെതിരായി നടന്നിട്ടുള്ള പോലീസ് നടപടികളെയും കുറിച്ചായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ ഒരു ടേൺ എടുത്തുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും കോൺഗ്രസിന്റെ ഈ ഒരു സമരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ തന്ത്രമായി ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം കോൺഗ്രസിന്റെ MP-മാരെല്ലാവരും തന്നെ ഇന്ന് ഡൽഹിയിലുണ്ട്. കാരണം പാർലമെന്റ് വർഷകാല സമ്മേളനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അടക്കമുള്ള മുഴുവൻ MP-മാരും കോൺഗ്രസിന്റെ ഡൽഹിയിലുണ്ട്. അവരെ മുഴുവൻ അണിനിരത്താൻ കഴിഞ്ഞു. 2 മുഖ്യമന്ത്രിമാരെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിന് ഈ ഒരു സമരം ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ജെൻസിയുടെ കയ്യടി മേടിക്കാൻ കോൺഗ്രസിന് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ പാറ്റ പാർട്ടിയെ അപ്രസക്തമാക്കിക്കൊണ്ട് അതേസമയം അവരുടെ അജണ്ട ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിന് വളരെ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ, രാജ്യത്തിന്റെ ആകമാനം ശ്രദ്ധ ആകർഷിക്കാൻ ചത്ത് ശവപ്പറമ്പ് പോലെ കിടന്ന കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ്, കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയത്തക്ക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നിർജീവമായിരുന്ന കോൺഗ്രസിന് ഒറ്റ ദിവസം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞു. പാർട്ടി പാർട്ടികളുടെ അജണ്ട ഏറ്റെടുത്തുകൊണ്ട് അവർ ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യയിലെ ആകെ തന്നെ രാഷ്ട്രീയ കേന്ദ്രമാകാൻ ചത്ത് ശവമായി കിടന്ന എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള നിർജീവ അവസ്ഥയിൽ നിന്നും
കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതായത് പാറ്റ പാർട്ടി മുന്നോട്ട് വെച്ച അതേ അജണ്ട തന്നെയാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട്, UGC പരീക്ഷയിലെ ക്രമക്കേട്, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ഈ 3 ആവശ്യങ്ങളാണ് പ്രധാനമായും പാറ്റ പാർട്ടികൾ ഉന്നയിച്ചത് നമുക്കറിയാമല്ലോ. അതേ 3 ആവശ്യങ്ങളാണ് മിന്നൽ നീക്കത്തിലൂടെ ഇന്ന് കോൺഗ്രസ് ഉന്നയിച്ച് രാജ്യത്തിന്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത്. കേരളത്തിലെ PC വിശ്വനാഥ് അടക്കമുള്ള മന്ത്രിമാരെയും MP-മാരെയും D കുര്യാക്കോസിനെയും ഷാഫി പറമ്പലിനെയും കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള MP-മാരെ ഇന്ന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിജയമാണ്. കാരണം അവർക്ക് അനുകൂലമായി വളരെ പെട്ടെന്ന് തന്നെ ജൻസിയെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതായത് നിർജീവമായി, ആരും ചോദിക്കാനും പറയാനുമില്ലാതെ നിർജീവമായി ചത്തുകെട്ട് കിടന്ന കോൺഗ്രസ് ആണ് CJPയുടെ ഈ ഒരു മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് ഇടം പിടിച്ചത്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം. 2 മുഖ്യമന്ത്രിമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, VD സതീശനെയും DK ശിവകുമാറിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ഈ ഒരു മിന്നൽ സമരം കോൺഗ്രസിന്റെ ഇമേജ് കുത്തനെ കൂട്ടിയിരിക്കുന്നു. എവിടെ? ജൻസികൾക്കിടയിൽ. മലയാളത്തിൽ നിന്ന് ആരൊക്കെയാണ് ഈ കോൺഗ്രസ് സമരത്തിന് അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്? മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ, ടൊവിനോ തോമസ്, പാർവതി തിരുവോത്ത്, റിമ കല്ലിങ്കൽ തുടങ്ങി നമ്മുടെ ഈ ചെറിയ മലയാള സിനിമയിൽ നിന്ന് പോലും ഈ സമരത്തിന് പിന്തുണയേറുകയാണ്. അതോടുകൂടി കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തത്? കേന്ദ്ര സർക്കാർ ബലം പ്രയോഗിച്ച് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുന ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയെയും VD സതീശനെയും DK ശിവകുമാറിനെയും ബലപ്രയോഗത്തിലൂടെ മാറ്റാതെ ചർച്ചയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നു. അതായത് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും ഈ സമരക്കാരോട് ചർച്ച നടത്തുകയാണ്. കാരണം അത്രമാത്രം സംഘർഷഭരിതമായിരിക്കുന്നു ഡൽഹി. 2 മുഖ്യമന്ത്രിമാർ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. 2 മുഖ്യമന്ത്രിമാർ തെരുവിലിറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അവരുടെ ദേഹത്തെങ്ങാണം എന്തെങ്കിലും തരത്തിലുള്ള പരിക്കോ ഏതെങ്കിലും തരത്തിലുള്ള ലാത്തി ചാർജ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ നിയമപ്രശ്നങ്ങളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും മാറും. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവിടെ ചർച്ച നടക്കുന്നത്. എന്നാൽ തൽക്കാലത്തേക്ക് വഴങ്ങേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്. ആഭ്യന്തര സെക്രട്ടറിയും ഇവരോട് ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് വഴങ്ങാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ അതിന് വഴങ്ങേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം. എന്തുകൊണ്ട്? ഈ സമരം നീളുന്തോറും കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന ജൻസിയുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നു. ഇതുവരെ എവിടെയായിരുന്നു കോൺഗ്രസ് എന്ന് ചോദിച്ചവർക്ക് ഒരു മറുപടി നൽകാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് ഒറ്റയടിക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ ജൻസിയുടെ പിന്തുണ ആർജിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതേപോലെ നിർജീവമായി കിടന്ന കോൺഗ്രസ് എവിടെ എന്ന് ചോദിച്ചു ഇരുന്ന BJP-ക്കാർക്കടക്കം മറുപടി നൽകാൻ ഈ ഒരു മിന്നൽ സമരത്തിലൂടെ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.